ഡൽഹിയിലെ ചരിത്രപ്രസിദ്ധമായ ജന്തർ മന്ദറിൽ നമ്മുടെ പാറ്റകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സഹന സമരം അസഹനീയമായ ഒരു തലത്തിലേക്ക് എത്തി. സമരം ചെയ്ത് പാറ്റകൾക്കും മടുത്തു. ഇവരുടെ സമരം കണ്ട് സർക്കാരിനും മടുത്തു, പോലീസിന് പ്രത്യേകിച്ചും മടുത്തു. ഈ സമരത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആൾ വളരെ കുറവായിരുന്നു. കാഴ്ചക്കാർ തന്നെ കുറഞ്ഞു, പങ്കെടുക്കുന്നവരുടെ എണ്ണം അതിലും കുറഞ്ഞു. ഈ സമരം ഇങ്ങനെ പോയാൽ ഒരു സ്ഥലത്ത് എത്തുകയില്ല എന്നവർക്ക് മനസ്സിലായി. ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും അനുഭാവം അറിയിക്കാനും സഹാനുഭൂതി പ്രദർശിപ്പിക്കാനും ഒക്കെ ആദ്യഘട്ടത്തിൽ കുറച്ച് പേരുണ്ട്. പിന്നെ ആരെയും കിട്ടാതെ സ്വാഭാവികം. നമ്മുടെ രാജ്യസഭാ മെമ്പർ ഡബിളെ റഹീമും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖില ലോക നേതാക്കളായ MA ബേബിയും പിന്നെ ബൃന്ദ കാരാട്ട് മാത്രമാണ് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി എന്തെങ്കിലും കുശല പ്രശ്നമെങ്കിലും ചോദിച്ചത്. ഇവർക്കൊക്കെ ഹിന്ദി വളരെ വീക്കായതുകൊണ്ട് അങ്ങനെ വലിയ ആശയവിനിമയം നടത്താൻ പറ്റിയില്ല. പിന്നെ ഡബിളെ റഹീം ഇംഗ്ലീഷിൽ അത്യാവശ്യം ഡയലോഗ് അടിച്ച് പിടിച്ചു നിൽക്കുന്നു. As we are aware, yesterday ഇത് ഗ്ലാസ് വാങ്ങിയപ്പോ ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ. 13 രൂപയായി, കാശ് നോക്കില്ല. അവന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. the country has been witnessed a very brutal attack, police attack against എന്റെ ഇംഗ്ലീഷ് കറക്റ്റ് അല്ലേ ജോസഫേ? കറക്റ്റ് തട്ടിക്കോ. അത് ശരിയാ, നമ്മൾ മോശക്കാരാവാൻ പാടില്ലല്ലോ. students and youth. It is very shameful, deeply condemnable. ഇംഗ്ലീഷിൽ വലിയ നാളേജ്. ஆமா, என்ன செய்ய முடியும், இங்கிலீஷ்லயே பேசி பழக்கமாய் போச்சு. So today morning our left MPs trying to raise the issue inside the parliament, both outside also. So after the parliament we went to Abhijit Dipke and the protest place. So we met them. ബുദ്ധിജീവി ആയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അച്ഛാ. എന്ത് പ്രശ്നം? സമരത്തിന് പോകണം, അടിപിടിക്ക് പോകണം, അങ്ങനെ പല രീതിയിലും നമ്മുടെ തടി കേടാകും. ബുദ്ധിജീവി ആകുമ്പോൾ നമ്മൾ പുറകിലിരുന്ന് ചുമ്മാ ആഹ്വാനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. The country will come with them, and country will join with them, irrespective of politics, irrespective of parties, political borderline. They will all of them, all people, all countries, entire country now coming to them and given solidarity with them. Neo-fascist movement of decision of Narendra Modi government. How they can prevent us? How they can prevent us? This is a private hospital. We are coming for visit Sonam Wangchuk. We are MPs, all parties. So this is authoritarian attitude of union government. We will not go back. We will sit here. എന്തൊരു സിമ്പിളാണ് ഫാമിലി. അങ്ങനെ ഈ സമരം ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ്സുകാർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതെ ആദ്യഘട്ടത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, ഈ പാറ്റ സമരം ഞങ്ങൾ വിജയിപ്പിക്കും എന്നൊക്കെ ചിലർ വായ്ത്താരി മുഴക്കെങ്കിലും ഖദർ ഉപായത്തിൽ പൊടി പറ്റാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ആരോരും ശ്രദ്ധിക്കാത്ത സമരത്തിന് പോയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പുണ്യവും കിട്ടാനില്ല എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ്സുകാർ ബുദ്ധിപൂർവ്വം പിന്മാറി. വിജയകരമായി പിന്മാറി എന്ന് പറഞ്ഞാൽ തെറ്റില്ല. പക്ഷേ അടുത്ത ഘട്ടത്തിൽ പാറ്റ സമരം ആളിക്കത്തി. ആ പാറ്റ സമരക്കാർ അത്യാവശ്യം പോലീസിന് നേരെ ബലപ്രയോഗം നടത്തി. പോലീസുകാർ സാമാന്യം നന്നായിട്ട് ഗംഭീരമായിട്ട് ബലപ്രയോഗം നടത്തി, നല്ല അസ്സൽ അടിവെച്ചു കൊടുത്തു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം. പോലീസുകാർ പാറ്റ സമരക്കാരെ മർദ്ദിച്ചുകൂടി സംഗതി മാധ്യമങ്ങളൊക്കെ തിരിച്ചു വന്നു. അതുവരെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. അതിനെക്കുറിച്ച് ചരമക്കോളത്തിൻ്റെ അപ്പുറത്ത് മാത്രമാണ് വാർത്ത വന്നത്. ഏതായാലും പാറ്റ സമരം അക്രമാസക്തമാകുകയും സമാധാനപരമായി സമരം ചെയ്യുന്ന ഈ സമരക്കാരെ പോലീസുകാർ സാമാന്യം നന്നായി സൽക്കരിക്കുകയും ചെയ്തതോടെ സംഗതി ഗുരുതരമായി, പിടിച്ചാൽ കിട്ടാത്ത നിലയിലേക്കെത്തി. രാജ്യം മുഴുവനും ജന്തർ മന്ദറിലേക്ക് ഉറ്റുനോക്കുന്ന അവസ്ഥയുണ്ടായി. ഏതാണ്ട് അണ്ണാ ഹസാരയുടെ സമരം പോലെയാണ് ഈ സമരം എന്ന് ചില മാധ്യമങ്ങളെങ്കിലും പറയാൻ തുടങ്ങി. മലയാള മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ വലിയ വെണ്ടയ്ക്കും വഴുതനങ്ങയും മത്തങ്ങയൊക്കെ നിറഞ്ഞു. അപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോൾ പട്ടായയിൽ നിന്ന് രാഹുൽ ഗാന്ധി തിരിച്ചെത്തി. മോനെ, അണ്ണൻ കളത്തിലിറങ്ങേണ്ട സമയമായി. പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ രാഹുൽജി ഇല്ലാതെ പാർലമെൻറ്റ് കൂടാൻ പറ്റുകയില്ല. പാറ്റകളും അത് കണക്കാക്കിയിട്ടാണ് സമരം ഒന്ന് ഊർജിതമാക്കിയത്. ഇവിടെ അക്രമം നടക്കുമ്പോൾ അല്ലെങ്കിൽ പോലീസുകാർ തേർവാഴ്ച നടത്തുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ കൂട്ടരാരും ഉണ്ടായിരുന്നില്ല, കോൺഗ്രസ്സുകാരും ഉണ്ടായിരുന്നില്ല, ഡിവൈഎഫ്ഐക്കാർ പോലും ഉണ്ടായിരുന്നില്ല. തല്ലുകൊള്ളാനായിട്ട് ഈ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തല്ല് കഴിഞ്ഞ ഉടനെ ഡിവൈഎഫ്ഐക്കാരും മാർക്സിസ്റ്റുകാരും എല്ലാവരും ഓടിയെത്തി. നമുക്ക് നമ്മുടെ ശരീരമല്ലേ സാർ വലുത്. അവിടെ കുറച്ച് മാർക്സിസ്റ്റുകാരേ ഉള്ളൂ എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് കണക്കാക്കരുത്. ഉള്ള മാർക്സിസ്റ്റുകാരും എല്ലാവരും ഓടിയെത്തി. CPIക്കാരും മടിച്ചു നിന്നില്ല. ഏതായാലും ഇങ്ങനൊരു സന്ദർഭത്തിൽ കോൺഗ്രസ്സിന് മടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. കാരണം ഇത് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന സംഭവമാണ്. ഡൽഹിയിൽ മാത്രമല്ല, ഈ രാജ്യത്ത് മാത്രമല്ല, ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സംഭവമാണ്. ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടലിന് ശേഷം ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു വലിയ സംഭവം എന്ന് പറയുന്നത് ജന്തർ മന്ദറിലെ പാറ്റ സമരമാണ്. അപ്പോൾ പാറ്റകൾ ഇങ്ങനെ സമരം ചെയ്യുന്നു. അപ്പോൾ പാകിസ്ഥാൻ്റെ പിന്തുണയുണ്ട്, ബംഗ്ലാദേശിൻ്റെ പിന്തുണയുണ്ട്, അമേരിക്കയുടെ പിന്തുണയുണ്ട്, ലോകരാജ്യങ്ങളുടെയൊക്കെ പിന്തുണയുണ്ട്. ലോകത്തെ എവിടെയൊക്കെ ജനാധിപത്യ വിശ്വാസികളുണ്ട് അവരൊക്കെ പാറ്റ സമരത്തിന് പിന്തുണയാണ്. പാറ്റകൾക്ക് പിന്തുണയുമായിട്ട് കോൺഗ്രസ് ചെന്നില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ പരാതിക്കേട വരും. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം ചെന്നില്ലെങ്കിൽ ഈ പാറ്റ സമരത്തെ കോൺഗ്രസ് പിന്നിൽ നിന്ന് കുത്തി എന്ന് പറയാനായിട്ട് ഡിവൈഎഫ്ഐക്കാർക്കും ഡബിൾ റഹീമിനൊക്കെ അവസരം കിട്ടും. പോയിന്റ്. അങ്ങനെ ഒരു അവസരം കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് രാഹുൽജി നേരിട്ടെത്തി, പ്രിയങ്കാജി എത്തി, എന്നിട്ട് നമ്മുടെ ഡീൻ കുര്യാക്കോസ് വരെ എത്തി. അവിടെ നമുക്ക് മിസ് ചെയ്ത ഒരാൾ TN പ്രതാപനാണ്. സാധാരണ ഇതുപോലുള്ള സമരമൊക്കെ എടുക്കുമ്പോൾ പ്രതാപൻജി അവിടെ ചാടിക്കയറി എത്തേണ്ടതാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ കേരളത്തിലായതുകൊണ്ട് പുള്ളിക്ക് പോകാൻ പറ്റിയില്ല. അടുത്ത അവസരത്തിൽ അദ്ദേഹം എത്തുന്നതായിരിക്കും. പിന്നെ ബാക്കി ആളുകളൊക്കെ ഒട്ടും മോശമില്ലാത്തതിലുള്ള പെർഫോമൻസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാണ്. പ്രിയങ്കയുമൊക്കെ പോലീസ് കയറ്റിക്കൊണ്ടുപോയി. ഡീൻ കുര്യാക്കോസ് ഒരു പോലീസുകാരനെ കയർക്കുന്നത് കണ്ടു. ഡീൻ കുര്യാക്കോസ് പറഞ്ഞ മലയാളത്തിലും പോലീസുകാരൻ ഹിന്ദി മാത്രം അറിയുന്ന ആളുമായതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇപ്പോൾ സമരം വളരെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമരം വിജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് കിട്ടും? അത് രാഹുൽ ഗാന്ധിക്ക്, പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടും. സമരം വിജയിച്ചാൽ ഡബിൾ റഹീമിന് വല്ല പുണ്യം ഉണ്ടാവുമോ? ഇല്ല. ആമസോൺ കാർഡ് കത്തിയ പോലെ അത് ഡിവൈഫൈഡ് അക്കൗണ്ടിൽ ഒരു കണക്ക്, ഒരു എൻട്രി ആയിട്ട് വരും എന്നുള്ളതല്ലാണ്ട് രാജ്യത്ത് എമ്പാടും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഡിവൈഎഫ്ഐക്കോ മാർക്സിസ്റ്റ് പാർട്ടിക്കോ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പുണ്യം കിട്ടാനില്ല. MA ബേബിക്കും കിട്ടാനില്ല. ഞങ്ങൾ ആദ്യം മുതലേ സമരത്തിലുണ്ടായിരുന്നു. കോൺഗ്രസ്സുകാർ പിന്നീടാണ് വന്നത് എന്ന് നാട്ടും പുറത്ത് സഖാക്കന്മാർക്ക് വല്ല ചായക്കടയിൽ ഇരുന്ന് പറയാം എന്നല്ലാണ്ട് ഒരു വിശേഷമില്ല. ഇത് ഈ കാത്തു സൂക്ഷിച്ച് ഒരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോവും എന്ന് പറഞ്ഞ അവസരമായി. സമരം ചെയ്യാനും കൊടി പിടിക്കാനും പാർട്ടിക്കാർ അവർക്ക് ഉത്തേജനം നൽകാനും പ്രോത്സാഹനം നൽകാനും ഡബിൾ റഹീം. അവസാനം ഈ കസ്തൂരി മാമ്പഴം മൂത്ത് പഴുത്ത് അതിൻ്റെ സുഗന്ധം പരക്കാൻ തുടങ്ങിയ സമയത്ത് വരുന്നു രാഹുൽ ഗാന്ധി. ഇപ്പോൾ സമരത്തിൻ്റെ നായകനാരാണ്? രാഹുൽ ഗാന്ധി. നായികരാണ് പ്രിയങ്ക ഗാന്ധി. അതിൻ്റെ സഹനടനാരാണ് ഡീൻ കുര്യാക്കോസ്. ഇത്രേ ഉള്ളൂ. അല്ല, അത് ഇത്ര കഷ്ടമായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവൂലേ? പോട്ടട സുന്ദരേശ, നിന്നെ പോലെ വിഷമം എനിക്കുണ്ട്. We will not go back. We will sit here.